പാലായിലെ പൂർത്തിയാകാത്ത വികസന പദ്ധതികൾ വിവാദങ്ങളുടെയും വാഗ്വാദങ്ങളുടെയും പ്രഭവ കേന്ദ്രമാകുന്നു. പദ്ധതികൾ പൂർത്തിയാകാത്തതിന് പിന്നിൽ ഒരു ജനപ്രതിനിധിയുടെ ഉദാസീനതയാണെന്ന ഒരു വിഭാഗവും മറ്റൊരു ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ വിരോധമാണെന്ന മറുവിഭാഗവും ആരോപണമുന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിവാദങ്ങൾ പാലായ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ ചർച്ചയാവുമ്പോൾ വികസനം മുരടിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും വിമർശന വിധേയമാകുകയാണ്. കോടികൾ മുടക്കി നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയാക്കിയിട്ടും സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ പാളിച്ച മൂലം പാലാ റിവർ വ്യൂ റോഡ് പദ്ധതി നിലച്ചിട്ട് വർഷങ്ങളായി. മീനച്ചിലാറിൻ്റെ തീരത്തുകൂടി ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കൊട്ടാരമറ്റം വരെ തൂണുകളിൽ പാലമായി തീർക്കുന്ന റോഡിൻ്റെ നിർമ്മാണമാണ് നിലച്ചത്. ജനറൽ ആശുപത്രിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിലുണ്ടായ പാളിച്ചയാണ് കാരണം. പാലത്തിൻ്റെ ഇനിയും വാർക്കാനുള്ള കമ്പികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പാലാ ടൗണിൽ മീനച്ചിലാറിൻ്റെ തീരം വഴിയുള്ള റിവർ വ്യൂ റോഡ് കൊട്ടാരമറ്റം വരെ നീട്ടുന്നതിനാണ് പദ്ധതി. തർക്കസ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി നിശ്ചലമാണ്. വിശാലമായ ബൈപ്പാസ് നിർമ്മിച്ചിട്ട് ചെറിയൊരു ഭാഗത്തെ സ്ഥലം ഏറ്റെടുത്ത് വളവ് നിവർത്താൻ നടപടിയില്ല. റിവർ വ്യൂ റോഡുണ്ട്, അവിടെ നമുക്കറിയാം കൊട്ടാരമറ്റത്തുനിന്ന് പുറകിൽ കൂടെ വന്ന RV പാർക്കിന്റെ ആ ജംഗ്ഷനിൽ ചെത്തിയപ്പോൾ അലൈൻമെന്റിന് ഇച്ചിരി മാറ്റം വന്നു. 2 സെന്റ് സ്ഥലം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ 7 വർഷക്കാലം കഴിഞ്ഞു, അതെടുക്കാൻ കഴിയാതെ പോയി. അരുണാപുരം ഭാഗത്ത് മരിയൻ ജംഗ്ഷനിൽ ഒരു വീടും സ്ഥലവും ഏറ്റെടുക്കുന്നതിനാണ് നടപടികൾ ഇല്ലാത്തത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ നിയമക്കുരുക്കിൽ ആയിട്ട് വർഷങ്ങളായി. ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും സർക്കാർ ഭാഗത്തു നിന്നും തുടർ നടപടികളില്ല. 6 വർഷം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാലായിലെ അമ്യൂണിറ്റി കേന്ദ്രം കാട് കയറി നശിക്കുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഗ്രീൻ ടൂറിസം പദ്ധതിയുടെ കവാടമെന്ന നിലയിൽ പാലായിൽ 5 കോടി രൂപയോളം മുടക്കി ടൂറിസം വകുപ്പ് നിർമ്മിച്ചതാണ് അമ്യൂണിറ്റി കേന്ദ്രം. നഗരഹൃദയത്തിൽ മീനച്ചിലാറും ലാലന്തോടും സംഗമിക്കുന്ന ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപമാണ് അമ്യൂണിറ്റി കേന്ദ്രവും ലാലന്തോടിന് കുറുകെ തൂക്കുപാലവും മാതൃകയിൽ ഉള്ള ഇരുമ്പ് പാലവും സജ്ജമാക്കിയത്. ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പാലത്തിലൂടെ അമ്യൂണിറ്റി കേന്ദ്രത്തിലേക്ക് പ്രവേശനം. അമ്യൂണിറ്റി കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. പ്രായോഗികമായ കാര്യങ്ങളില്ല. ഇവിടെ ഉണ്ടല്ലോ, പാലായിൽ ഒരു സാധനം പണിത് വെച്ചിട്ടുണ്ട്, ലണ്ടൻ ബ്രിഡ്ജ്. ശരിക്കും അതിൻ്റെ പേര് മണ്ടൻ ബ്രിഡ്ജ് എന്ന്. 2020 സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ ജോസ് കെ മാണി ഞാനെല്ലാം ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് ഇന്നുവരെ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. അവിടെ അനുവദിച്ചിട്ട് കെട്ടണം ആറ്റിക്കൊണ്ട് പണിത് വെച്ചിരിക്കുക. AC കൂടി ഇട്ട ഒരു മഴ വന്നാൽ വെള്ളം പോകും, ഈ സാധനം പോക്കാം. ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. ഇത്തരം പല പരിപാടികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പാലാ ടൗണിലെ 2 വാർഡുകളിൽ ഒതുങ്ങുന്ന വികസന പ്രവർത്തനങ്ങളെ പാലായിൽ ശ്രീ മാണി സാറിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് നിഷേധിക്കാനാവില്ല. അരുണാപുരത്ത് പാലത്തോടു കൂടിയ തടയണ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഒരു പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. 2014 പദ്ധതിയിട്ട് ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് അന്ന് 11.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. 2024 ബജറ്റിൽ 3 കോടി അനുവദിച്ച പദ്ധതിക്ക് കഴിഞ്ഞ വർഷവും 3 കോടി അനുവദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളല്ലാതെ നദിക്ക് കുറുകെ നിർമ്മാണമൊന്നും നടത്തിയിട്ടില്ല. മുത്തോലി പഞ്ചായത്തിനെയും പാലാ നഗരസഭയെയും ബന്ധിപ്പിച്ചാണ് പാലവും തടയണയും ലക്ഷ്യമിടുന്നത്. 2016 നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. കളരിയാമാക്കൽ പാലം പൂർത്തിയായിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സമീപന റോഡ് നിർമ്മിക്കുവാൻ നടപടികൾ ഇഴയുകയാണ്. സമീപന റോഡ് ഇല്ലാതെയാണ് പാലവും തടയണയും നിർമ്മിച്ചത്. നിർദ്ദിഷ്ട ടൗൺ റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി സമീപന റോഡ് നിർമ്മിക്കാമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ആവശ്യമായ സ്ഥലം മാത്രം ഏറ്റെടുക്കണമെന്ന് മറുവിഭാഗവും പറയുന്നു. സമീപന പാതയ്ക്കായി 2020 13.39 കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ 2 വർഷം മുമ്പ് സ്വകാര്യ ഏജൻസിയെ നിയോഗിച്ചിരുന്നു. 14 വർഷം മുമ്പ് പണിത ലോകത്താരേലും അപ്രോച്ച് റോഡില്ലാതെ പാലം പണിയും. ആ അപ്രോച്ച് റോഡില്ലാതെ പണിത പാലത്തിന് വഴിയുണ്ടാക്കാനായിട്ട് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ 13 കോടി 29 ലക്ഷം രൂപ 2020 സാങ്ഷനായതാണ്. അത് ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറ്റി ഒരാളുടെ സ്ഥലം തരിക എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്തെ സ്ഥലത്തൂടെ ആ വഴി പൂർത്തിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അസംബ്ലിയിൽ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചാൽ, നിങ്ങളോട് അലൈൻമെൻറ്റ് മാറ്റരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? പഴയ അലൈൻമെൻറ്റ് തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഒരു അശരീരി നിങ്ങളോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചുമ്മാ ചിരിക്കുക. എങ്കിലും കാരണത്താൽ പലപ്പോഴും പറയാറുള്ളത് എന്താണ്, ഇവിടെയുള്ള പാലായുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയുള്ള ഹൈവേ ഒരു ബൈപ്പാസ് റോഡാണ്. അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വീട് മാറ്റി അത് മരിയൻ സെന്ററിനെ അവിടെ നിന്ന് നേരെ ആക്കേണ്ടതുണ്ട്.
ആയിട്ടില്ല. 7 വർഷം കഴിഞ്ഞു, 90% പൂർത്തിയാക്കി. ഇപ്പുറത്ത് കളരിയമ്മാക്കം പാലവുമായി ബന്ധപ്പെട്ട് എൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവം ഉണ്ടായത്? അതിന് ഇത്രയും വർഷമായി അതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നു. അത് ജനപ്രതിനിധി തന്നെ പറയുന്നു. ആദ്യത്തെ റീച്ച് കടപ്പാട്ടൂരിന്ന് 12-ാം മൈലിലേക്കുള്ള ബൈപ്പാസിൽ 13.5 കോടി സേവിംഗ് ഉണ്ട്. അത് നമ്മളിവിടെ കൊടുത്തു കളരിയമ്മാക്കിലേക്ക്. അത് വെച്ചിട്ട് ബാക്കി പണിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവം? ആ അലൈൻമെന്റ് മാറ്റി വേറെ ഒരു അലൈൻമെന്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് അലൈൻമെന്റ് അതിലേ വേണമെന്ന് പറഞ്ഞു. അവിടെ പോയി ഉദ്യോഗസ്ഥരും അവിടെയുള്ള നാട്ടുകാരും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലവുമില്ല, അങ്ങനെ ഒരു വ്യക്തിയുമില്ല. എന്തായാലും പാലായിലെ പദ്ധതികളുടെ വിവാദം പാലായ്ക്കപ്പുറത്തേക്ക് കടന്ന് രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇത്തരം ചർച്ചകൾക്ക് ഇടയാക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ജനപ്രതിനിധികൾ ഒന്നിച്ചു നിന്ന് പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.